ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഇതാ നിങ്ങൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ലോൺ ഒക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച കുട്ടികളാണ്. പക്ഷെ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ നമുക്ക് കിട്ടണം. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു കോളേജിൽ ചേരാൻ വേണ്ടി അവർ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണമാണ് ആ കോളേജിൽ പറയുന്നത് 8 ലക്ഷം രൂപ, അതായത് ഹോസ്റ്റൽ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ട്യൂഷൻ ഫീസ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് 8 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ കോളേജിൽ ചെല്ലുക, നമ്മൾ എന്നിട്ട് ആ ഫീസ് എല്ലാം അടച്ചതിന് ശേഷം അവിടെ ഒരു അഡ്മിഷൻ ഉറപ്പാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ നമുക്ക് ലോൺ കിട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് ഇയർ ആയിട്ട് മതിയെങ്കിൽ അപ്പോഴും എടുത്താൽ മതി. ഇപ്പൊ തേർഡ് ഇയർ ഒക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ ഹാഫ് ആകുമ്പോഴേക്കും ലോണിന് അപ്ലൈ ചെയ്താൽ മതിയാവും. നമ്മളിപ്പോഴും നേരത്തെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ഫീസ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കോളേജിൽ ചെല്ലുക, അവിടെ ഒരു അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഒക്കെ റെഡിയായി നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവിടെ നമ്മൾ കോളേജിൽ ഒരു ഓഫീസിൽ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം നമ്മളൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. അത് നമുക്ക് അവർക്കും അറിയാം. നമ്മൾ ചെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അവർ തരും. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കോളേജിലാണ് പഠിക്കുന്നതിന്റെ ഉള്ള പ്രൂഫും കാര്യങ്ങളും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ഇയർ അവിടെ ഫീസ് അടച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു റെസിപ്റ്റ് തരാൻ വേണ്ടി പറയാം. അതായത് നമ്മുടെ ഹോസ്റ്റൽ ഫീസ് എല്ലാം അടച്ചതിന്റെ ഒരു റെസിപ്റ്റ് നമുക്ക് തരും. പിന്നെ നമ്മൾ ആ കോളേജിന്റെ ഫീസ് കച്ചതും അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഒരു പേപ്പറെല്ലാം സെറ്റ് ആക്കി വേണ്ടി വെക്കാം. പൊതുവെ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ്. പിന്നെ ചില ബാങ്കുകൾക്ക് വേറെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ബാങ്കിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫീസ് സ്ട്രക്ചർ മതി. അതായത് ഹോസ്റ്റൽ ഫീസ് എത്ര, ട്യൂഷൻ ഫീസ് എത്ര, സ്പെഷ്യൽ ഫീസ് എത്ര, അത്രയും മാത്രം. എന്നാൽ ചില ബാങ്കുകാര് ഈ സ്പെഷ്യൽ ഫീസിനെ തന്നെ നമ്മൾ വീണ്ടും കുറെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലൈബ്രറി, ട്രാൻസ്പോർട്ട്, യൂണിഫോം, അതിന്റെ എല്ലാം അതിനെങ്ങനെയാണ് അതിന്റെ ഡിവിഷനും കാണിക്കുന്നത് ചില ബാങ്കുകാർ നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചില ബാങ്കുകൾ അനുസരിച്ചിട്ട് അതിന് വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ പേപ്പറും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ എവിടെ ചെല്ലാം, നമ്മൾ ഏത് ബാങ്കിലാണോ ലോൺ എടുക്കാൻ പോകുന്നത് ആ ബാങ്കിൽ ചെല്ലാം. നമ്മൾ ഈ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കാം. അതിനുശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഇയർ തൊട്ട് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ഇയർലി നമുക്ക് 8 ലക്ഷം രൂപ വരുന്ന. അപ്പൊ എങ്ങനെയായാലും ഒരു 5 വർഷം ആകുമ്പോൾ 40 ലക്ഷം രൂപ എന്തായാലും ആവുമല്ലോ. അപ്പൊ അത്രയും നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നീഡായിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ വയ്ക്കേണ്ടി വരും. മെജോറിറ്റി ഓഫ് ബാങ്കുകളിലും അത് ചോദിക്കുന്നുണ്ട്. ഒരു 80%. ചിലപ്പോൾ ചിലതിൽ ചോദിക്കാതിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇത്രയും എമൗണ്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എന്തായാലും ലീഡായിട്ട് വെക്കേണ്ടതായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ അത് സ്മൂത്ത് ആയിട്ട് തന്നെ പൊക്കോളും. നമുക്ക് ലോൺ പാസ്സാവും. ഈ ലോൺ പാസ്സായി കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ 80%, അതായത് ഇപ്പൊ ഈ 40%ആണ് നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തത്. അതിൽ 80% എന്ന് പറയുന്നത് ബാങ്കുകാരും പിന്നെ 20% നമ്മളും. അതായത് ഇപ്പൊ 8 ലക്ഷം രൂപയാണ് പറഞ്ഞെങ്കിൽ അതിൽ 6 ലക്ഷം രൂപ നമുക്ക് ബാങ്കുകാർ തരും. ബാക്കി 2 ലക്ഷം രൂപ ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ പോലെ ട്യൂഷൻ ഫീസ് അവർ നമ്മൾ തരുന്നതായിരിക്കും. ബാക്കി ഹോസ്റ്റൽ ഫീസും സ്പെഷ്യൽ ഫീസും അത് നിങ്ങൾ തന്നെ അടയ്ക്കണം എന്നായിരുന്നു എന്റെ ബാങ്കിൽ നിന്ന് പറഞ്ഞത്. ഇനി ഇതിലും വേരിയേഷൻസ് വരാം. ചിലപ്പോൾ ഇതിന് എമൗണ്ട് ചിലപ്പോൾ കൂടുതലായിട്ട് തരുന്നവരുണ്ടാകും, തരാതിരിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഓരോ ബാങ്കിലും അവരുടെ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ പൊതുവേ ഉള്ളത് ഞാനൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പൊതുവെ ഒരു 80% ബാങ്കുകാരും ബാക്കി 20% നമ്മൾ കൈകായിട്ട് അറിയണം. അങ്ങനെയായിരിക്കും റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തന്നെ ലോണ് വേണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് വഴി നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കോളേജിൽ ചേർന്നതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ ലോണിന് വേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു റൂളുണ്ട്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ എമൗണ്ട് കിട്ടണമെങ്കിൽ 6 മാസത്തിന്, അതായത് കോളേജിൽ ചേർന്നതിന് ശേഷം 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോണ് പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ അടച്ച എമൗണ്ട് കിട്ടത്തില്ല. സോ നിങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾ കോളേജിൽ ചേർന്നിട്ട് ഉടനെ തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്ത് അത് പാസ്സാക്കണം കേട്ടോ. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ ലോണൊക്കെ പാസ്സായതിനു ശേഷം
പിന്നീടുള്ള ഫസ്റ്റ് ഇയർ നമ്മൾ അടച്ച എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയാണ് അടച്ചതെങ്കിൽ അവർ ഓൾറെഡി പറഞ്ഞത് 80% തരാനാണല്ലോ. അപ്പൊ 6 ലക്ഷം രൂപ, ബാക്കി 6 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. അതായത് ഫുൾ ഇപ്പൊ നിങ്ങൾ 8 ലക്ഷം അടച്ചതെങ്കിൽ ഫുൾ 8 ലക്ഷം അല്ല അവർ തരുന്നത്. അവർ പറഞ്ഞത് എത്രയാണോ ആ അത്രയും ശതമാനം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഫീസ് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. അത് കോളേജിലോട്ടല്ല കൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. പിന്നീടുള്ള അതായത് സെക്കൻഡ് ഇയർ തൊട്ടുള്ള വർഷത്തിൽ ഡയറക്റ്റ് അവർ നമ്മുടെ കോളേജിന്റെ ഇതിലോട്ടായിരിക്കും പൈസ തെങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ലോണിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കും അറിയില്ല. പക്ഷെ എന്തായാലും കുറച്ച് എമൗണ്ട് എന്തായാലും ഇൻട്രസ്റ്റ് ആയിട്ട് കാണുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് എല്ലാം അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെച്ചു അങ്ങനെയും കാണുമായിരിക്കും നോക്കിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു നമ്മൾ 5 വർഷം പഠിത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ പൈസ അടിച്ചു തുടങ്ങാം. എന്താ പറയുക, ചിലയിടത്ത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ 5 വർഷം പഠിത്തം കഴിഞ്ഞ് 1 വർഷം ദിവസം നമുക്ക് അടച്ചാൽ മതിയാവും എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വർക്കിൽ കയറുവാണ്, ഇപ്പൊ അവിടെ നിന്ന് കുറച്ച് പൈസ അടയ്ക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ എത്രയും നല്ലതായിരിക്കും. അപ്പം അത്രയും നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് കയറുന്നതൊക്കെ നമുക്ക് അത്രയും കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കണം, ഓരോ ബാങ്ക് മാറുന്തോറും അവർക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് തരുന്ന എമൗണ്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് നേരത്തെ ലോൺ പാസ്സാകും, ചിലർക്ക് ഡിലേ ആയിട്ടായിരിക്കും പാസ്സാവുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനോ ഒന്നും പോകരുത്. കാരണം എഡ്യൂക്കേഷണൽ ലോൺ എന്ന് പറയുന്നത് നമ്മളൊരു ബേസിക് നീഡ്സ് ആണ്. അത് തരേണ്ടതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റൈറ്റ് ആണ്. അപ്പം അതെന്തായാലും നമുക്ക് കിട്ടും. ഇപ്പൊ അതിന് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ഡിലേ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊരു ടെൻഷൻ അടിച്ച് ഭയങ്കര വേറെ ചെയ്യാനൊന്നും പോവണ്ട. ഇപ്പൊ എന്താ പറയുക, അതൊക്കെ നമ്മളെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആക്കുന്ന കാര്യമാണ്. എനിക്ക് ഇച്ചിരി ലോൺ ഡിലേ ആയിട്ട് കിട്ടിയ ഒരാളാണ്. അപ്പൊ എനിക്ക് ആ സമയത്തുള്ള പ്രശ്നവും കാര്യങ്ങളും നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ വന്നാലും പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടും. പിന്നെ മാക്സിമം അത് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തന്നെ പോകാൻ വേണ്ടി നോക്കാം. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ എന്താ പറയുക, പേപ്പേഴ്സിലോ കാര്യങ്ങളോ മിസ്റ്റേക്സ് വരുത്താതെ തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. ഇതുപോലത്തുള്ള നല്ല യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവർക്ക് ബൈ.